പ്രവർത്തനം 8.3 വിവരങ്ങൾ പട്ടികയിലേക്ക്. പട്ടികകൾ തയ്യാറാക്കി. ഇനി എങ്ങനെയാണ് ഇതിൽ വിവരങ്ങൾ ചേർക്കുക നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മൾ സേവ് ചെയ്തു വെച്ച ഡാറ്റാബേസ് ഫയൽ തുറക്കേണ്ടതുണ്ട്. ലൈബ്രറി എന്ന പേരിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ച ഫയലാണ് ഇത് തുറക്കുകയാണ്. ഇതിൽ നമ്മൾ ആകെ ഒരു ടേബിൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ബുക്ക് അണ്ടർസ്കോർ ടേബിൾ 1 എന്ന ഒരു ടേബിൾ മാത്രമാണ് ഇതിൽ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഫയൽ ഒന്ന് തുറന്നു നോക്കാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ബുക്ക് നമ്പർ, നെയിം, ആധാർ, പ്രൈസ്, ഡേറ്റ് ഓഫ് പർച്ചേസ്, കാറ്റഗറി എന്നിങ്ങനെയുള്ള ഒരു പട്ടികയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇതിനെ എഡിറ്റ് ചെയ്യണമെന്ന് തോന്നിയാലോ, അതായത് ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ, ഉദാഹരണമായിട്ട് ബുക്കിന്റെ കവർ പേജ് ചേർത്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുന്നു. ബുക്ക് അണ്ടർസ്കോർ ടേബിൾ എന്ന ഫയലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ചേർത്ത് കൊടുത്ത ഫീൽഡുകളെല്ലാം ഇതിൽ കാണാം. ബുക്ക് നമ്പർ, നെയിം, ഓതർ, പ്രൈസ് തുടങ്ങിയവ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇതിനൊരു കവർ കൂടി ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് കവർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. കവർ എന്നത് ഒരു ഇമേജ് ഫയലാണ്. അതുകൊണ്ട് ഇവിടെ കോംബോ ബോക്സിൽ നിന്ന് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി വീണ്ടും ഫയൽ സേവ് ചെയ്യാം. ഒരു വട്ടം സേവ് ചെയ്തതായതുകൊണ്ട് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രവർത്തനം 8.3 ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഫോമുകളാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഡാറ്റാബേസ് പാനലിൽ ഫോംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഫോം നിർമ്മിച്ചു നോക്കാം. ഇതാണ് ടാസ്ക് പാനൽ. ടാസ്ക് പാനലിൽ നിന്ന് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ഫോം എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞ ടേബിളിന്റെ പേര് പ്രത്യക്ഷമായിട്ടുണ്ട്. ടേബിൾസ് ഓഫ് ക്വറീസ് എന്നതിന് താഴെ ബുക്ക് അണ്ടർസ്കോർ ടേബിൾ 1 എന്ന് നമ്മൾ നിർമ്മിച്ച ടേബിൾ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ ഫീൽഡ് നെയിമുകളാണ് ഇവിടെ കാണുന്നത്. ബുക്ക് നമ്പർ, നെയിം, ഓതർ, പ്രൈസ് തുടങ്ങിയവ അതിന്റെ ഫീൽഡ് നെയിമുകളാണ്. ഇനി ഈ ഫീൽഡ് നെയിമുകളിൽ ഏതെല്ലാം കാര്യങ്ങൾ വലതുഭാഗത്ത് കാണുന്ന ഫീൽഡ്സ് ഇൻ ദി ഫോം എന്നതിൽ ചേർക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ബുക്ക് നമ്പർ ചേർക്കണമെങ്കിൽ ബുക്ക് നമ്പർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന ആരോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ആരോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബുക്ക് നമ്പർ എന്നത് വലതുഭാഗത്ത് ഫീൽഡ്സ് ഇൻ ദി ഫോം എന്നതിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് വലതുഭാഗത്ത് ഫീൽഡ്സ് ഇൻ ദി ഫോംസ് എന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി എല്ലാ ഫീൽഡുകളും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ കാണുന്ന ഡബിൾ ആരോ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാ ഫീൽഡുകളും ഫീൽഡ്സ് ഇൻ ദി ഫോംസ് എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റെപ്സ് എന്ന ഭാഗം ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് എന്ന ഭാഗത്തിൽ 1, 2, 3 എന്ന നമ്പർ ക്രമത്തിൽ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് മാറി. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് മാറുന്നതായിരിക്കും. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അറേഞ്ച് കൺട്രോൾസ് എന്ന സ്റ്റെപ്പിലേക്ക് മാറി. ഇനി ഇവിടെ നിന്നും ഇഷ്ടമുള്ള ഒരു മാതൃക അഥവാ മോഡൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ മോഡൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ തരത്തിലായിരിക്കും ഫോമുകൾ കാണപ്പെടുന്നത്. അതുപോലെ രണ്ടാമത്തേതാണെങ്കിൽ മറ്റൊരു മാതൃകയായിരിക്കും, മൂന്നാമത്തേത്, നാലാമത്തേത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മാതൃക തിരഞ്ഞെടുക്കുക.
ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുവാൻ വേണ്ടി വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈ സ്റ്റൈൽസ് എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഓരോ സ്റ്റൈലുകൾ ഈ ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്റ്റൈല് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എട്ടാമത്തെ സ്റ്റെപ്പായ സെറ്റ് നെയിം എന്നതിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നെക്സ്റ്റ് എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. സെറ്റ് നെയിം എന്നതിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിനൊരു പേര് കൊടുക്കണം. ഇതൊരു ഫോം ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്കിവിടെ അണ്ടർസ്കോർ എന്നത് ടൈപ്പ് ചെയ്ത് ചേർത്തതിന് ശേഷം ഫോം എന്നുകൂടി പേര് കൊടുക്കാം. ഇനി ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളുടെ ഫോം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് കൊടുക്കാൻ കഴിയും. ബുക്ക് നമ്പർ എന്നതിന് നേരെ 1 എന്ന് കൊടുത്തു. നെയിം എന്നതിന് നേരെ ബുക്കിന്റെ പേര് ആത്മശൈലങ്ങളിലെ യാത്രികർ എന്ന് കൊടുത്തു. ഓഥറിന്റെ പേര് ബെന്നി ഡൊമിനിക് എന്ന് കൊടുത്തു. പ്രൈസ് എന്നത് 150 എന്ന് കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് പർച്ചേസ് 20/12/2016 എന്ന് കൊടുത്തു. കാറ്റഗറി ക്രിറ്റിസിസം എന്ന് കൊടുത്തു. ഇനി കവർ എന്നത് ചേർക്കുവാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസർട്ട് ഇമേജ് ഫ്രം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസർട്ട് ഇമേജ് ഫ്രം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചിത്രങ്ങളുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ബുക്ക് കവേഴ്സ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിലെ ആവശ്യമായ ചിത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ടാബ് കീ അമർത്തുന്നു. ഇനി രണ്ടാമത്തെ റെക്കോർഡ് ചേർക്കാം. ബുക്ക് നമ്പർ 2 എന്ന് ചേർത്തു. നെയിം പാഥേയം എന്ന് ചേർക്കുന്നു. ഓഥർ ONV കുറിപ്പാണ്. ONV എന്ന് ചേർത്തു. പ്രൈസ് 200 എന്ന് ചേർത്തു. ഡേറ്റ് ഓഫ് പർച്ചേസ് കാറ്റഗറി പോയട്രി എന്ന് ചേർക്കുന്നു. കവർ ചേർക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കവർ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും അടുത്ത റെക്കോർഡിലേക്ക് പോകാൻ ടാബ് കീ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ എന്റർ കീ പ്രസ് ചെയ്തു. ബുക്ക് നമ്പർ 3. ബുക്കിന്റെ പേര് അസുരവിത്ത് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓഥർ MD വാസുദേവൻ നായരാണ്. MD എന്ന് ടൈപ്പ് ചെയ്തു. പ്രൈസ് 250 എന്ന് ടൈപ്പ് ചെയ്തു. ഡേറ്റ് ഓഫ് പർച്ചേസ് കാറ്റഗറി നോവൽ. കവർ ചേർക്കുവാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇൻസർട്ട് ഇമേജ് ഫ്രം എന്നതിൽ ക്ലിക്ക് ചെയ്തു. അസുരവിത്തിന്റെ കവർ ചേർക്കുകയാണ്. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അസുരവിത്തിന്റെ കവർ ചേർത്തു. ഇപ്പോൾ നമ്മൾ പ്രവർത്തനം 8-4 ചെയ്തു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബുക്ക് _ടേബിൾ 1 ഫോം എന്ന ഫോമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ബുക്ക് _ടേബിൾ 1 ഫോം എന്നത് ഇവിടെ വർക്ക് ഏരിയയിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി ഇവിടെ ഫയൽ എന്നതുകൂടി സേവ് ചെയ്യേണ്ടതുണ്ട്. ഫയൽ എന്നതിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു.